കോട്ടയം പുതുപ്പള്ളിയിൽ റബ്ബർ തോട്ടത്തിന് സമീപം അസ്ഥികൂടം കണ്ടെത്തി 3 മാസം മുമ്പ് കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹമെന്നാണ് സംശയം. കാണാതായ പ്രദേശത്തെ മധ്യവയസ്കന്റേതാണോ എന്നറിയാൻ DNA പരിശോധന അടക്കം നടത്തും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ വായിക്കുന്നു. ടോബി, നിലവിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹത സംശയിക്കുന്നുണ്ടോ? ഈ പറയുന്ന കാണാതായ മധ്യവയസ്കന്റെ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്താനിടയ സാഹചര്യം എന്താണ്? സുഹേൽ, നിലവിൽ സംശയങ്ങളൊന്നും തന്നെ പോലീസിനില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം, അതോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം, DNA പരിശോധനാ ഫലം. ഇതിനുശേഷം മാത്രമേ ഇതാരാണ് മരിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ പുതുപ്പള്ളിക്ക് സമീപമുള്ള ഒരു സ്കൂളിന്റെ അടുത്തുള്ള റബ്ബർ പുരയിടത്തിൽ ഒരു അസ്ഥികൂടം കിടക്കുന്നതായി കണ്ടെത്തിയത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ റബ്ബർ തോട്ടം ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു, കാട് കയറി കിടക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് കാട് വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടി ആളുകൾ വന്നപ്പോഴാണ് മൃതദേഹം കിടക്കുന്നത് കണ്ടത്. ഈ അസ്ഥികൂടമായിട്ടാണ് മൃതദേഹം കാണപ്പെട്ടത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഈ അസ്ഥികൂടത്തിന്റെ സമീപത്ത് നിന്ന് യൂറിൻ ബാഗ് കൂടി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തിയെ കാണാതായിരുന്നു. അയാളുടെ മൃതദേഹമാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും അക്കാര്യത്തിലൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണവും ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും വരണം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ്. തുടർ നടപടികൾ കടന്നിട്ടുണ്ട്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഒരുപാട് പരിശോധനാ ഫലം വരാനുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം DNA പരിശോധനാ ഫലം അടക്കം കിട്ടിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.